ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വ്ലോഗ് ഞാൻ പിന്നെ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പം നമ്മുടെ നൂലുകെട്ടൊക്കെ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ദിവസമാണ് കേട്ടോ. എന്താ പറയാ, നൂലുകെട്ടൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു. ഞാൻ അതിന്റെ വ്ലോഗൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മോൾ എപ്പോഴും കൂടെ ഉണ്ടായത്. മറ്റേത് മോൾ സ്കൂളിൽ പോകുമ്പോഴാണ് ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഫുൾ ടൈം മോള് കൂടെ ഉണ്ടായതുകൊണ്ട് എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തായാലും എന്താ പറയാ, ആ വ്ലോഗൊക്കെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വരുന്നതായിരിക്കും. ഇനിയിപ്പോ ഞാൻ കൊല്ലത്ത് എന്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. നാളെ ആയിരിക്കും മേ ബി ഞാൻ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു പോവുക. എന്താ പറയാ, പോകാൻ നല്ല വിഷമമുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാവരും ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ്. പക്ഷെ എന്താ ചെയ്യാൻ, പോയാലേ പറ്റൂ. ഒന്നാമത്തെ കാര്യം വെച്ചാൽ മോളുടെ സ്കൂള്, ആള് പ്രീ സ്കൂളിലാണ്. അപ്പം രണ്ടാഴ്ചയായി ഇപ്പൊ ആള് സ്കൂളിൽ പോയിട്ട്. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ വിളിച്ചു തുടങ്ങി. അപ്പോൾ എന്തായാലും പോയേ പറ്റൂ. പിന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ അല്ലേ, അപ്പൊ എന്തായാലും പോയേ പറ്റൂ. അപ്പോൾ അതിനുമ്പ് ഞാൻ വിചാരിച്ചു ഇന്ന് വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും കൂടെ ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. വേറൊന്നല്ല, മെയിൻ എന്താ പറയാ, നമ്മുടെ ഭാവിക്ക് കിട്ടിയ ഗിഫ്റ്റ് കുറെ ഐറ്റംസ് ഉണ്ട്. എല്ലാം അങ്ങനെ കൂടിയിരിക്കണം. അപ്പൊ എനിക്ക് കുറച്ചൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു. പിന്നെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. എന്തായാലും നാളെ പോവല്ലേ, അപ്പൊ എനിക്ക് എന്റെ പിന്നെ ഇത് കാണാമല്ലോ ഇതൊക്കെ. അപ്പൊ നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. വാമിത ഇവിടെ ഇരിപ്പുണ്ട്. കിട്ടുവണ്ണൻ ഓൺലൈനായിട്ട് ഒരു ചെയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഇൻസ്റ്റാളേഷൻ സർവീസിന് വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് മോമോന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ആൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടിരുന്ന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഒരു ചെയർ ഉണ്ടായിരുന്നു കിട്ടുവണ്ണൻ വർക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്. അത് അത്യാവശ്യം നല്ല ബാക്ക് സപ്പോർട്ടും ഹെഡ് സപ്പോർട്ടും ഒക്കെ കിട്ടുന്ന ഒരു ചെയർ ആയിരുന്നു. അപ്പൊ മോമോന് അത് തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ കിട്ടുവണ്ണന്റെ തലയിലായിട്ടുണ്ട്. അങ്ങനെ മാമനും മോളും കൂടി ഇരുന്ന് ചെയറിന്റെ കവറിംഗ് ഒക്കെ മാറ്റുക കേട്ടോ. പിന്നെ അപ്പൊ അതുപോലെ നാച്ചുട്ടിനെ കുളിപ്പിക്കുന്ന സമയത്ത് വാമിക്കുട്ടി ഇതാ പറന്നെത്തിയിട്ടുണ്ട്. വാമിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നാച്ചുട്ടിനെ കുളിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നിരുന്ന് നാച്ചുട്ടിനോട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ തോന്നുന്നു നാച്ചുട്ടനും വാമിയുടെ സൗണ്ട് ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. പിന്നെ ഇതാണ് നമ്മൾ വാവയ്ക്ക് യൂസ് ചെയ്യുന്ന ഓയിൽ. ഇത് ബേബി സൂത്തിങ് ഓയിലാണ് കേട്ടോ. വാവയ്ക്ക് നമ്മൾ ദേഹത്ത് തേച്ച് കൊടുക്കുന്നത് ഈ ഒരു ഓയിലാണ്. പിന്നെ ബേബി ഹെയർ ഓയിലും ഉണ്ട്. ഈ രണ്ട് ഓയിലും നമുക്ക് സമേതയിൽ നിന്നാണ് കേട്ടോ കിട്ടിയത്. മോമോനുള്ള ആയുർവേദ ട്രീറ്റ്മെന്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് സമേത ആയുർവേദിക്സിൽ നിന്നായിരുന്നു കേട്ടോ. ഇനി നമ്മൾ വാവയ്ക്ക് ചെറിയൊരു ടമ്മി ടൈം കൊടുക്കുകയാണ് കേട്ടോ. അതിന്റെ കൂടെ തന്നെ ചെറിയൊരു വിഷ്വൽ സ്റ്റിമുലേഷന് വേണ്ടിയിട്ട് ഫ്ലാഷ് കാർഡ്സും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് കേട്ടോ വാവയ്ക്ക്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ആദ്യം അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ആദ്യം കുട്ടികൾക്ക് കാണിക്കേണ്ടതെന്നൊക്കെ ഞാൻ അറിയുന്നത്. ഇതൊക്കെ മോമു സ്വന്തമായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തത്. എന്റെ ഈ വ്ലോഗിലും കഴിഞ്ഞ വ്ലോഗ്സിലും ഒക്കെ ആയിട്ട് ഞാൻ ഒരുപാട് ബേബി ഗിഫ്റ്റ് ഐറ്റംസും അതുപോലെ തന്നെ ന്യൂ ബോൺ എസെൻഷ്യൽ പ്രോഡക്ട്സും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ മിസ് ചെയ്തൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത്. നമ്മുടെ ബേബിയുടെ ക്രാഡിലാണ്. അത്യാവശ്യം നല്ലൊരു ക്യൂട്ട് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ക്രാഡിലാണ് കേട്ടോ. നമ്മൾ ഇത് വാങ്ങിച്ചതും കൊല്ലത്ത് ആശ്രാമത്തുള്ള ഓൾ ഇൻ വൺ എന്ന് പറയുന്ന ഷോപ്പിൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു ക്ലോത്ത് സെറ്റ് മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത്. ഈ ഒരു സ്റ്റാൻഡും ആ സ്പ്രിങ്ങും ഒക്കെ നമ്മുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു. വാമിയുടെ സമയത്ത് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ ഒരു വൈറ്റ് കളറിലെ മൊസ്കിറ്റോ നെറ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ. ആകെ മൊത്തത്തിൽ ഒരു ക്യൂട്ട് ലുക്കാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നേരെ പോയി വാവക്കുട്ടിയെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കി കേട്ടോ. പിന്നെ ആളുടെ സ്ഥിരം പരിപാടി ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കുറെ നേരത്തേക്ക് ആലോകത്തായിരിക്കും. അപ്പുറത്ത് വാമിയുടെ ഡാൻസിന്റെ പാട്ട് ഇട്ടിട്ട് ഇവിടെ നാച്ചൂട്ടന്റെ അച്ഛനും കൂടെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. ഇതാ കുറെ ഗിഫ്റ്റ് ഐറ്റംസിന്റെ അൺബോക്സിംഗ് ആയിട്ട് ഞാൻ പിന്നെയും വന്നിട്ടുണ്ട് ഗൈസ്. എല്ലാം ഒന്നും ഞാൻ അൺബോക്സ് ചെയ്യുന്നില്ല കേട്ടോ, കാണുന്ന നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ട് റാൻഡം ആയിട്ട് എന്റെ കയ്യിൽ കിട്ടുന്ന 2-3 ഗിഫ്റ്റ് ഒക്കെ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. പെട്ടെന്ന് കാണിക്കാം കേട്ടോ. ആദ്യം തന്നെ നല്ല സിമ്പിൾ ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള 2 കോഡ് സെറ്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മളിത് അടുത്ത ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാണ്. ഈ ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒരു വലിയ പണിയാണ് ഗൈസ്, വേറെ ഒന്നും കൊണ്ടല്ല. ഈ ഗിഫ്റ്റ് പേപ്പറിൽ ഒരു ചെറിയ സ്ക്രാച്ച് വീണാൽ തന്നെ ഈ മോം ഇടുന്ന കാര്യം. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചും കണ്ടും വേണം ഓരോ ഗിഫ്റ്റും അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ഒരു ഗിഫ്റ്റ് ബോക്സിൽ നിന്ന് നമ്മുടെ നാച്ചൂട്ടിന് കിട്ടിയ ഗിഫ്റ്റ് ഐറ്റംസ് ആണ് കേട്ടോ ഇത്. ഇത്രയും എല്ലാം നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു ഫീഡിംഗ് ടോപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു. അഞ്ജു എന്ന് പറയുന്ന മോമോന്റെ ഒരു ഫ്രണ്ടും ഫാമിലിയും കൂടാണ് കേട്ടോ ഈ ഒരു ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. നല്ല രസമില്ലേ ഇതിന്റെ ഒരു പാക്കിംഗ് കാണാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്നത് നല്ല അടിപൊളി ഒരു ബേബി റാപ്പറും അതുപോലെ തന്നെ നമ്മുടെ പോപ്പീസിന്റെ ഒരു ക്യൂട്ട് ഡ്രസ്സും ആയിരുന്നു കേട്ടോ. രണ്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ബേബി റാപ്പറൊക്കെ ഈ ഒരു സമയത്ത് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. അതിന്റെ കൂടെ തന്നെ ഒരു ഡ്രൈ ഷീറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അടുത്ത ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തത് കിട്ടുവണ്ണനാണ് കേട്ടോ. ഇതിനകത്ത് ഭാവിക്ക് വേണ്ടുന്ന കുറെ നല്ല പ്രോഡക്ട്സ് ആയിരുന്നു. ഒരു ക്യൂട്ട് ക്യാപ്പ് ഉണ്ടായിരുന്നു, സോക്സ്, പിന്നെ കുറെ കുട്ടി ഉടുപ്പ്, പിന്നെ ഒരു റോംബർ ഡ്രസ്സ്, എല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഭംഗി മാത്രമല്ല, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകളാണ് കേട്ടോ.
അടുത്ത ഗിഫ്റ്റ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കിട്ടുവണ്ണന്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ആ ചേട്ടന് ചവിട്ടിന് അന്ന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അന്ന് ഈവനിങ് വീട്ടിൽ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് ഫസ്റ്റ് സ്ക്രീൻ ആണ് മേടിച്ചിട്ടുള്ളത്. നമ്മുടെ ബേബി ഹഗിന്റെ ഒരു ബേബി സെറ്റ് ആണ് കേട്ടോ. എന്റെ കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല ബേബി സെറ്റുകൾ ഇപ്പൊ മാർക്കറ്റിൽ കിട്ടാനുണ്ടെന്ന്. ആ കൂട്ടത്തിൽ കൂട്ടാവുന്ന ഒരു ബേബി സെറ്റ് ആണ് കേട്ടോ ഇത്. വാവയ്ക്ക് ഇപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലോത്ത് ഐറ്റംസ് ഉള്ള ഒരു ബേബി സെറ്റ് ആണ് കേട്ടോ ഇത്. സെയിം വേറൊരു ബേബി സെറ്റ് നമുക്കിതാ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കളർ മാത്രമേ വ്യത്യാസമുള്ളൂ, കമ്പനി വരെ സെയിം ആണ്. ഇതും നമുക്കിപ്പോ വാവയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലോത്ത് ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു ബേബി സെറ്റ് ആണ്. അങ്ങനെ കുറെ നേരത്തെ അൺബോക്സിംഗ് ശേഷം ഞാൻ താഴെ എത്തിയിട്ടുണ്ട് ഗൈസ്. സ്വാമിക്കുട്ടിക്ക് അവിടെ നിന്നിട്ട് ബോറടിച്ചു. ആക്കിതാ സൈക്കിൾ ഓട്ടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തായാലും വെറുതെ നിൽക്കല്ലേ, അപ്പൊ പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊച്ചു ഗാർഡൻ ഏരിയ ഒക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നമുക്ക് റോസിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഓർക്കിഡ് റോസ് ആണ് എന്നാണ് എന്റെ ഒരു നിഗമനം. കണ്ടില്ലേ, ഒറ്റ കൊമ്പിൽ തന്നെ കുറെ റോസൊക്കെ നിൽക്കല്ലേ, അപ്പൊ പിന്നെ ഓർക്കിഡ് റോസ് തന്നെ ആയിരിക്കും. നല്ലൊരു ബേബി പിങ്ക് കളറിലാണ് ഗേസ് ഈ ഒരു റോസ് ഉള്ളത്. പിന്നെ ഈ പൂവൊക്കെ കഴിഞ്ഞ ഓണത്തിന് നമ്മൾ അത്തപ്പൂ ഇട്ടതിന്റെ വേസ്റ്റ് വാരി കളഞ്ഞപ്പോ അവിടെ കിടന്ന് പൊടിച്ചു വന്നാണ് കേട്ടോ. പിന്നെ അവിടുന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചാണ്. ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ പൂക്കള്. പിന്നെ ഈ ഒരു വൈറ്റ് ഫ്ലവർ ഉള്ള ചെടി നമ്മൾ വീട് വെച്ച സമയത്ത് വീടിന്റെ അകത്ത് വാങ്ങിച്ചു വെച്ചിരുന്നതാണ് കേട്ടോ. പിന്നെ കാലക്രമേണ അതിന്റെ ഇല കൊഴിയുന്ന കണ്ട് അച്ഛൻ അതിനെ പുറത്തേക്കാക്കി വളമൊക്കെ ചെയ്ത് ഇപ്പൊ പഴയ പോലെ ആക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ എന്റെ കറ്റാർവാഴ. ഈ കറ്റാർവാഴയുടെ പിറകിൽ ഒരു കുഞ്ഞു കഥയുണ്ട് ഗൈസ്. 2016 അതായത് 2016 ഞാൻ NIC ജോലി ചെയ്യുന്ന സമയത്ത് എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ഗായത്രി ചേച്ചി എന്ന് പറഞ്ഞിട്ട്. ചേച്ചി എനിക്ക് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്ന കറ്റാർവാഴയുടെ തൈ ആയിരുന്നു കേട്ടോ ഇത്. അത് ഞാൻ കാലക്രമേണ കിളിച്ചു വരുന്നതിനനുസരിച്ച് മാറ്റി മാറ്റി വെച്ചപ്പോൾ വീട് നിറച്ചും കറ്റാർവാഴയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി കറ്റാർവാഴ കാണുമ്പോൾ എനിക്ക് ചേച്ചീനെയാണ് ഓർമ്മ വരുന്നത്. ചേച്ചി വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ കാണുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് സന്തോഷമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇവിടെ കാണുന്ന കുറെ ചെടികളൊക്കെ കിട്ടണം പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ചതും. അതുപോലെ നമ്മൾ വീട് വെച്ച സമയത്ത് ഗാർഡൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുള്ള ഒരു ടീമിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരാണ് ഈ പുല്ല് വെച്ച് പിടിപ്പിച്ചതും ബാക്കി കുറെ ഷോ ചെടികളൊക്കെ കൊണ്ടുവച്ചതും ഒക്കെ അവരാണ്. പിന്നെ ഈ ഒരു വൈറ്റ് കളർ ബോഗൈൻവില്ല, ഇതൊരു പ്രത്യേക ഹൈറ്റിൽ നമ്മൾ വെട്ടി നിർത്തിയിരിക്കുകയായിരുന്നു കേട്ടോ, ഒരു ലിമിറ്റഡ് ആയിട്ട്. പക്ഷെ ഇപ്പൊ അത് കയറി അങ്ങ് വളർന്നു കേട്ടോ, വെട്ടി കൊടുക്കാത്തുണ്ടെങ്കിൽ വളർന്ന് നിപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതും നമ്മൾ വീട് വെക്കുന്ന സമയത്ത് ഗാർഡൻ ചെയ്യിപ്പിച്ച ആ ടീം തന്നെ വെച്ചതാണ് കേട്ടോ. പിന്നെ ഇത് ബ്ലാക്ക് പ്ലം ആണ് കേട്ടോ, നമ്മുടെ ഞാവൽ മരം ഇല്ലേ, ആ മരമാണിത്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഈ ഒരു പ്ലാന്റിന്റെ പേര് ഡ്രസീന അങ്ങനെ എന്തോ ആണ് കേട്ടോ, പണ്ട് കേട്ട ഓർമ്മയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇൻഡോർ പ്ലാന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അങ്ങനെ ലോ മെയിൻ്റെനൻസ് ആണ് കേട്ടോ അതിന്. പിന്നെ ഈ തെറ്റിപ്പൂവൊക്കെ ആ ഗാർഡൻ ചെയ്ത ആൾക്കാർ എന്നെ വെച്ചതാണ്. അന്ന് ആദ്യം ഇത്രയും പൂ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഈയിടെയായിട്ട് നന്നായിട്ട് പൂവൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. പിന്നെ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ ഗാർഡൻ ടീം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പലതിന്റെയും പ്രോപ്പർ ആയിട്ടുള്ള നെയിമൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ചെടിയുടെ പേര് ത്യൂജ പ്ലാന്റ് എന്നാണ് കേട്ടോ. പക്ഷെ നമ്മളൊക്കെ പറയുന്നത് ക്രിസ്മസ് ട്രീ എന്നൊക്കെയാണ്. ഇനി അഥവാ നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള പ്ലാൻ എങ്ങാനും ഉണ്ടെങ്കിൽ ഷോപ്പിൽ പോയിട്ട് ത്യൂജ പ്ലാന്റ് എന്നൊന്നും പറയണ്ട, ക്രിസ്മസ് ട്രീ എന്ന് പറയുമ്പോൾ തന്നെ അവർ കാണിച്ചു തരും. പിന്നെ ഇത് റെഡ് ലിപ് ട്രീ ആണ് കേട്ടോ. ഇത് പതുക്കെ പതുക്കെ ഇതിന്റെ മേളത്തെ ആ ഒരു ഇലയൊക്കെ റെഡ് കളറിൽ വരും കേട്ടോ, കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഒരു അടിപൊളി റോസ് നിപ്പുണ്ട്. ഇത് ഏതിനം റോസ് ആണെന്നൊന്നും എനിക്കറിയില്ല. ഇത് നമ്മുടെ വീട്ടിലുള്ള ഉഷാൻഡിയില്ലേ, എന്റെ മുമ്പത്തെ ലോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആന്റിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച കമ്പായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഈ ഒരു റോസാ ചെടിക്കകത്ത്. ഞാൻ ഇതിന്റെ ഒരു കമ്പ് വെട്ടിയിട്ട് ട്രിവാൻഡ്രത്ത് എന്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതവിടെ കിളിച്ചില്ല, അതങ്ങ് ചീത്തയായി പോയി. പിന്നെ ഇങ്ങോട്ട് വന്നാല് ഇവിടെ നിൽക്കുന്നത് ശംഖുപുഷ്പമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇട്ട ഒരു ഷോർട്ടിനകത്ത് ഞാൻ വാമിക്കുട്ടിക്ക് ബ്ലൂ വാട്ടർ എന്ന് പറഞ്ഞ് കൊടുത്ത് പറ്റിക്കുന്നത് ഈ ശംഖുപുഷ്പം ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. എന്റെ അച്ഛൻ ഇത് ഇടയ്ക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഇങ്ങനെ കുടിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഒരു കൗതുകത്തിന് ഞാൻ വാമിമോക്ക് ചുമ്മാ കൊടുത്ത് നോക്കിയതാണ്, പക്ഷെ ആള് കുടിച്ചു കേട്ടോ. പിന്നെ അവിടെ ഒരു വൈറ്റ് കളർ പൂക്കളുള്ള ഒരു ചെടി നിൽപ്പുണ്ട് കേട്ടോ. ഇതിന്റെ പേരെനിക്ക് അറിയില്ല. ഇത് ശരിക്കും നമ്മുടെ തൊട്ടടുത്ത വീട്ടിലൊരു ടീച്ചർ ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ടീച്ചറിന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, അങ്ങനെ അവിടുന്ന് നമുക്ക് തന്നതാണ് കേട്ടോ ഇത്. പിന്നെ ഈ നിൽക്കുന്നത് ഒരു അവക്കാഡോ ട്രീ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഗൈസ്? അതെ, അതൊരു അവക്കാഡോ ട്രീ ആണ്. ഇത് ശരിക്കും നമ്മുടെ വീടിന്റെ ആ സൈഡിൽ നിന്നതായിരുന്നു. അച്ഛനത് അവിടെ നിന്ന് അങ്ങനെ പിഴുതെടുത്തതാ ഇവിടെ കൊണ്ടുവന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്തു കേട്ടോ. ഭാഗ്യത്തിന് അത് കിളിച്ചു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മരത്തോടെ പൊക്കി എടുത്തുകൊണ്ട് വരുമ്പോൾ ചീത്തയായി പോകുന്ന ഞങ്ങളൊക്കെ കരുതിയത്. പക്ഷെ അച്ഛൻ ഇതിന്റെ ഗുട്ടൻസ് ഒക്കെ നന്നായിട്ട് അറിയാവുന്ന കൂട്ടത്തിലാണ് കേട്ടോ. വീണ്ടും ഒരു ബൊഗൈൻവില്ല. ഇതും നമ്മൾ ഗാർഡൻ ചെയ്ത സമയത്ത് തന്നെ വെച്ചതായിരുന്നു കേട്ടോ. പക്ഷെ അവരത് പ്രത്യേക ഷേപ്പിലൊക്കെ ആയിരുന്നു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആകെ കിളിച്ച് പുറത്തോട്ടൊക്കെ നിപ്പുണ്ട്. ഇനി അതൊരു സർവീസ് ചെയ്യാൻ വരുമ്പോൾ ഇതൊക്കെ നേരെ ആക്കി എടുക്കത്തുള്ളൂ. അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നിപ്പുണ്ട്. നേരെ സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വീടിന്റെ ഫ്രണ്ടിലും അതുപോലെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിലൊരെണ്ണം നമ്മൾ നേരത്തെ കണ്ട റെഡ് ലിപ് ട്രീ തന്നെയാണ്. മറ്റേത് രണ്ടും ഏകദേശം അങ്ങനെ തന്നെ വരുന്ന ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിലും ഇതുപോലെ കുറെ ചെറിയ പ്ലാന്റ്സ് നിൽപ്പുണ്ട്. ഇതിന്റെ പേര് ഡംകെയിൻ എന്നാണ് കേട്ടോ. ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ പേര് എലഫന്റ് ഇയർ പ്ലാന്റ് എന്നാണ്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവിടെ ഒരു തുളസി ഇപ്പുണ്ട് കേട്ടോ. ഇത് നമ്മൾ വെച്ച് പിടിപ്പിച്ചതല്ല, തനിയെ കിളിച്ച് വന്നതാണ് കേട്ടോ എങ്ങനെയോ. പിന്നെ ഇതാണ് ബെഞ്ചമിൻ ട്രീ. ഇതിപ്പോ പൊതുവെ മിക്കയിടത്തും കണ്ടുവരുന്നുണ്ട് കേട്ടോ ഈയിടെയായിട്ട്.
ഇതിൽ ചില സമയത്ത് തീരെ ചെറിയ കിളികളൊക്കെ വന്ന് ഇരിക്കാറുണ്ട് കേട്ടോ. പിന്നെ ദാ ഇത് മിക്കവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ, ഓലച്ചെടി എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അരിക്കാപ്പാം എന്നാണ് ശരിക്കുള്ള പേര്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കുറെ ചെടികൾ നിൽപ്പുണ്ട് കേട്ടോ. ദാ ഇത് ചെറിയ നമ്പ്യാർവട്ടമാണ് കേട്ടോ. ഇതിന്റെ വലുത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് തീരെ ചെറിയ നമ്പ്യാർവട്ടമാണ്. പിന്നെ ദാ തൊട്ടടുത്തായിട്ട് പേരമരം നിൽപ്പുണ്ട്. ഇതും തീരെ കുഞ്ഞായിരുന്നു കേട്ടോ, പെട്ടെന്ന് വളർന്നു. പിന്നെ ദാ ഇത് നമ്മുടെ മുളയാണ് കേട്ടോ. ഇവിടെ ഈ ഒരു റൈറ്റ് സൈഡിൽ ഫുള്ള് നിരനിരയായിട്ട് മുളയായിരുന്നു കേട്ടോ. അതൊക്കെ അച്ഛൻ ഇളക്കി മാറ്റിയിട്ട് ഇപ്പൊ കുറച്ചും കൂടെ നല്ല മരങ്ങളൊക്കെ കൊണ്ട് നട്ടോണ്ടിരിക്കുകയാണ്. മരങ്ങൾ മീൻസ് കൊച്ചു കൊച്ചു പഴങ്ങളൊക്കെ ഉണ്ടാവുന്ന ഓരോരോ പ്ലാന്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ കൊണ്ട് വെച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ദാ അടുത്ത തീ നിൽക്കുന്നത് നമ്മുടെ സപ്പോട്ടയാണ് കേട്ടോ. ഇതിൽ ആദ്യമായിട്ട് വന്ന സപ്പോട്ട വാമിയായിരുന്നു കേട്ടോ പറിച്ചു കളഞ്ഞത്. വാമി അന്ന് ഇത്തിരി കൂടെ കുഞ്ഞായിരുന്നു. പിന്നെതാ ഇവിടെ ഒരു കുഞ്ഞു മാവിൻ തൈ നിപ്പുണ്ട്. പിന്നെതാ വന്നല്ലോ കാന്താരി മുളക്. എന്റെ വീട്ടിൽ ആകെ മൊത്തം ഒരു 10-20 കാന്താരി മുളകും പച്ചമുളകും എങ്കിലും കാണും ഗൈസ്. പിന്നെതാ പനിക്കുറുക്ക, നവരെന്നും ചിലടത്ത് പറയൂട്ടോ. പിന്നെതാ അമ്പഴങ്ങയാണ് കേട്ടോ ഇത്. ഇഷ്ടംപോലെ അമ്പഴങ്ങ ഉണ്ടാവും കേട്ടോ ഇതിനകത്ത്. കിളിക്കുന്നതിന് പറിച്ചെടുത്ത് അച്ചാറുണ്ടാക്കലാണ് എന്റെ അമ്മയുടെ ഇപ്പോഴത്തെ പ്രധാന ഹോബി. പിന്നെതാ ഇത് അത്തിമരമാണ് കേട്ടോ. അവിടെ നിന്നിട്ട് മതിലിന് കേടാവണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ മുറിച്ചു മാറ്റിയതാണ് കേട്ടോ. പക്ഷെ അത് പൂർവാധികം ശക്തിയോടെ പിന്നെയും ഇലയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇതൊരു കുഞ്ഞു വ്ളോഗായിരുന്നു കേട്ടോ. നമ്മുടെ വാവയുടെ ഗിഫ്റ്റ് ഐറ്റംസിന്റെ അൺബോക്സിങ്ങും അതുപോലെ നമ്മുടെ ഗാർഡൻ ഏരിയയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരുന്നു. ഗാർഡൻ ഏരിയ കുറച്ചും കൂടെ എടുക്കാണ്ട് കേട്ടോ. പക്ഷെ അപ്പോഴത്തേക്കും എന്റെ ഫോണിന്റെ ചാർജ് ഓഫായി പോയി. സോ ഞാൻ ഇപ്പൊ വന്ന് ചാർജ് ചെയ്തിട്ട് പിന്നെയും വ്ളോഗ് എടുക്കുകയാണ്. അവനൊക്കെ തന്നെ പുറത്തെ ലൈറ്റും പോയിട്ടോ. പിന്നെ ബാക്കി എടുത്തിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ എന്തായാലും ഇനിയും വരുമല്ലോ, വരുമ്പോ ഞാൻ ബാക്കി എന്തായാലും എടുത്ത് ഫുൾ ആയിട്ട് എടുത്തിടുന്നതായിരിക്കും. അപ്പോ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ബാക്കി വിശേഷങ്ങൾ ഇനിയിപ്പോ ട്രിവാൻഡ്രത്ത് ചെന്നിട്ടായിരിക്കും. അപ്പൊ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.